വീട്. ഇറങ്ങിക്കോളും. ആ ഒരു സീസണിൽ എത്ര ചക്ക കിട്ടും? ഇത് മാവാണേ. പെണ്ണ് കാണാൻ പോന്ന ആദ്യം എന്റെ ചക്കഞ്ഞ മകനെ കണക്കാ. ആദ്യം പെണ്ണ് കാണാ വന്നാട്ടെ. വരെ മധുവമ്മേ, ഇതാ അവരെത്തി. ഇവിടെ ആരും ഇല്ലേ? എന്ന് ഇവിടെ ആരും ഒന്നും ഒരുങ്ങിയിട്ടൊന്നും ഇല്ലേ? എന്റെ മാധവമ്മ, നിങ്ങൾ ഇതുവരെ അല്ല മോൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലേ? ഇല്ല. ഏട്ടൻ കൂടെ ഇവിടെ ഉള്ളപ്പോ മതി പെണ്ണ് കാണലൊക്കെ. അതിന് ഏട്ടന് കിട്ടിയിട്ട് വേണ്ടേ? ഇതാ ഈ മൊബൈൽ ഇറങ്ങിയ പിന്നെ ഒട്ടുമിക്ക പേരും പരിധിക്ക് പുറത്താ. ഞാനും വിളിച്ചു നോക്കിയതാ. എന്റെ മാധവമ്മ, എന്റെ മോൾ. അതെ, ചെറുക്കൻ മുംബൈക്ക് മടങ്ങുന്നതിന് മുമ്പ് കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ നിശ്ചയിച്ചുറപ്പിക്കണം. ഇന്നത് 14ാമത്തെ വീടാ. ഇതും കൂടി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്. പിന്നെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആലോചന അത്. ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ? ഞാനും പറഞ്ഞതല്ലേ, എത്ര വലിയ ആലോചനയാണെങ്കിലും ഏട്ടൻ കൂടെ ഉള്ളപ്പോ മതിന്ന്. അതെ, അല്ലെങ്കിൽ പിന്നെ അവനും അതൊരു പ്രയാസമാകും. അതില്ല, ഞാൻ എനിക്ക് മനസ്സിലാവത്തെ. താൻ സമയത്തില്ലാത്തത് കാരണം അനിയത്തിക്ക് വന്ന കൊള്ളാവുന്ന ഒരു ആലോചന നടന്നില്ലാന്ന് വരുമ്പോ അവന്റെ മനസ്സ് വിഷമിക്കല്ലേ മാധവമ്മ ചെയ്യാ? അവന് കുറ്റബോധമല്ലേ തോന്നുക? അനിയത്തിന്റെ സന്തോഷം കാണാനല്ലേ പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ അവനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനി കൂടുതൽ തർക്കിക്കണ്ട. മോളൊന്ന് പോയി വേറെ റെഡിയായി വന്നാട്ടെ. ഞാനൊന്നും കൂടി ചെല്ലട്ടെ. മുന്നറിയിപ്പില്ലാത്ത വരവായതുകൊണ്ട് അവർക്ക് കൊടുക്കാനൊന്നും കരുതിയിട്ടില്ല. അതെ, ഇവിടെ ടിന്നുകളിൽ പഴയ ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ കാണൂലേ? പിന്നെ ചായ എന്നുള്ള പേരിൽ ഒരു പാനീയം അങ്ങോട്ട് കാച്ചി ഉണ്ടാക്കി തന്നെ. ഈ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയാണ് പടത്തോൻ ഈ മാതിരി പലഹാരങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ച തന്നെ. അപ്പൊ ജോലി ഉറപ്പാ. ഇനി പറയും മേനോ സാറേ, കഴിഞ്ഞ 6 ദിവസമായിട്ട് നമ്മൾ കണ്ടതിലും വെച്ച് എല്ലാം മൊത്തണിയപ്പോ കൂട്ടിയതല്ലേ? കുടുംബ പാരമ്പര്യം, പഠിപ്പ്, മുഖസൗന്ദര്യം, ആളെ ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ഗൃഹനാഥനായിട്ട് ആണുങ്ങളെയും കണ്ടില്ല. കുട്ടിയുടെ അച്ഛനെ ഇനി കാണാൻ ലേശം ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പര് നേരത്തെ റിട്ടേൺ ആയി. പക്ഷെ അച്ഛനില്ല എന്നുള്ള വിഷമം മോൾ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? അച്ഛനേക്കാൾ കരുതലോട് അച്ഛന്റെ സ്ഥാനത്ത് ആങ്ങളുണ്ട്. ജയശങ്കർ, എന്റെ ജീവൻ മോനെ, ഒരു ബ്രോക്കറായി എന്ന് പറയല്ല. ജയനെ പോലെ ഒരു അളിയനെ കിട്ടാൻ പുണ്യം ചെയ്യണം. പിന്നെ ജയൻ ആൾ MA കാരനാണ്. അധികം താമസിയാതെ സർക്കാർ ജോലിയും കിട്ടും. ആളിന് ജയനെ SI ആക്കണമായിരുന്നു ആഗ്രഹം. അവൻ വളരെ ഉയർന്ന നിലയിൽ എത്തുമെന്ന ജാതകത്തിലും. ജയേട്ടന് ഇറങ്ങി ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളാം. വലിയ ഉദ്യോഗസ്ഥനായിട്ട് ഞങ്ങളൊക്കെ ഭരിക്കേണ്ട ആളല്ലേ. ശരീരം വേർത്തിട്ടുള്ള അധ്വാനത്തിന്റെ സുഖം അത് വേറെ ഏത് പണിക്ക് കിട്ടും സെബാസ്റ്റ്യ? എന്ത് സർക്കാർ ഉദ്യോഗം കിട്ടിയാലും ആഴ്ചയിൽ ഒരു ദിവസം ലോറിയായിട്ട് ഞാൻ ഈ ചന്തയിലെത്തും. പപ്പനെവിടെ? അവനെവിടെ? ഒരു ചാക്ക് കത്തിരിക്കയും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയ ആളാ. എവിടെ പോയി കിടക്കുക? എന്റെ അമ്മ 100 രൂപ. എന്ത് വിലയായത്? പച്ചക്കറിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അതാണ് ഇത് കരിഞ്ഞിരിക്കുന്നത്. എന്തായാലും 100 രൂപ കൂടുതലാ. 90 രൂപ അത് കുറയത്തില്ല. പറ്റില്ല 80 രൂപ കുറപ്പിക്കാം. ഇന്ന് 50 രൂപ. അതിങ്ങനെ താൻ ആളെ കളിയാക്കണോ? 90 പറഞ്ഞപ്പോ താൻ 80 പറഞ്ഞു. 80 എന്ന് പറഞ്ഞ് താൻ തന്നോ 50. എണ്ണി നോക്കിപ്പോ 30. താൻ ആളെ വെക്കാനൊക്കെ 50 ബാക്കി കൊടുക്കടാ. ഇതൊരു സ്റ്റൈലല്ലേ? എടുക്കുമ്പോ 10, കൊടുക്കുമ്പോ 100, കൊള്ളുവായിരം. ആണോ? ഇനി അവന്റെ കയ്യിൽ നിന്ന് കൊള്ളാൻ നിൽക്കണ്ട, കൊടുക്ക്. നിനക്കോ ലാഭം ഉണ്ടാക്കി തരാന്ന് വെച്ചപ്പോ അതേ ഈ ചാക്കൊന്ന് പിടിച്ചേ. എന്താന്ന് കൈ പൊങ്ങുന്നില്ല. എടാ ഒന്ന് പിടിച്ചു തന്നാ മതി. അങ്ങനെ തന്നെ നടക്കടാ. എടാ ജയ, നിന്റെ പകുതി പഠിപ്പും വിവരവും ഈ തൊലിവെളുപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാബേജിന്റെയും ക്യാരറ്റിന്റെയും ഇടയിൽ ഞാൻ നേരെ രക്ഷപ്പെട്ടേനെ. മണ്ണിനോട് ഇങ്ങനെ ഒരു പുച്ഛം കിടക്കുന്നോണ്ടാ നീ ഒന്നും ജീവിതകാലത്ത് രക്ഷപ്പെടാത്തത്. എടാ മണ്ണിനെ സ്നേഹിക്കണം. ഒരു പെണ്ണിനെ സ്നേഹിച്ചതിന്റെ കടി ഇപ്പോഴും തീർന്നിട്ടില്ല. അവളിപ്പോ എന്റെ തലയില. അപ്പോഴാ മണ്ണ്. സദാനന്ദ മുതലാളി, വേഗം പോയി ലോഡർക്ക്. ശരി മുതലാളി. മുതലാളി 8 ചാക്ക് കത്തിരിക്ക, 12 ചാക്ക് ചേന, 78 നേന്ത്രക്കൊല, പിന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, മാങ്ങ, ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. 18,500. ഒരിക്കലും കടം പറയാത്തതിന് 10 റിഡക്ഷൻ. പിന്നെ ടോണിക്ക് കൊടുക്കാനുള്ളത് 6 ലക്ഷം ഉണ്ട്. അല്ല ജയ, പെങ്ങളുടെ കല്യാണക്കാരൊക്കെ എവിടം വരെയായി?
ആലോചനകളൊക്കെ വരുന്നുണ്ട് മുതലാളി. കല്യാണമല്ലേ, നോക്കിയും കണ്ടും വേണ്ടേ വരണ തിരഞ്ഞെടുക്കാൻ. അത് ശരിയാ. പണവും പത്രാസൊക്കെ ഇത്തിരി കുറവാണെങ്കിലും വേണ്ടില്ല, കള്ളു കുടിക്കാത്ത ആളായിരിക്കണം. കേരളത്തിൽ നിന്നല്ലേ ഇവന്റെ പെങ്ങള് വീട്ടിൽ നിന്ന് തന്നെ. സത്യം പറയാലോ, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം കുടി തുടങ്ങി. അതെന്ത് പറ്റി? ഈ പണ്ടാരത്തോടൊക്കെ ജീവിക്കണ്ടേ? ദാ, വാ പോട്ടെ മുതലാളി. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല, മുതലാളിയോടൊന്നും സൂചിപ്പിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്ത്? ആള് സത്യസന്ധന, നല്ലവനാ, ശുദ്ധന. പക്ഷേ ഇങ്ങനെ 5-6 ലക്ഷം ഒരുമിച്ച് കൊടുത്തയച്ചാൽ റിസ്ക് അല്ലേ? 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ? കാശ് മുതലാളിക്ക് അങ്ങ് നേരിട്ട് കൊടുത്തൂടെ? എന്തോ അവൻ എനിക്ക് വിശ്വാസ. ഞാൻ പറഞ്ഞ കാര്യം 6 രൂപ. ഓക്കെ അല്ലേ? ഗോപിയേട്ടാ, അതെ, പച്ചക്കറി എന്ന പേരിൽ കുറെ പൊട്ട സാധനം കെട്ടിയേൽപ്പിച്ചിട്ട് പോവാന്നാ വിചാരം അല്ലേ? ഇനി ഇവിടെ ഇങ്ങനത്തെ സപ്ലൈ വേണ്ട. മാർക്കറ്റിലുള്ളത് ഞങ്ങൾ നേരിട്ട് പോയി എടുത്തോളാം. കിലോയ്ക്ക് 5-10 കൊടുത്ത് വാങ്ങിയിട്ട് 50-60 രൂപയ്ക്ക് ഇവിടെ ഉള്ളവർക്ക്. കൊള്ളാലോ കച്ചവടം. കുഞ്ഞിച്ചിരിയും കൊച്ചു വർത്താനവും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ പ്രീതിയും ഹരിശ്ചന്ദ്രൻ എന്ന പേരും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. കൊണ്ടോയേ. എടി വേറെ ഏത് കച്ചവടക്കാരൻ കൊടുക്കുന്നതിനേക്കാൾ 50 രൂപ കുറച്ചിട്ട് ഞാൻ നിന്റെ തന്തയ്ക്ക് സാധനം കൊടുക്കുന്നു. അതൊക്കെ പിന്നെ പറയാ. വേഗം വീട്ടിലേക്ക് ചെല്ല്. എന്താ ഗോപിയേട്ടാ? വീട്ടില് കല്യാണിയെ കാണാൻ ചെറുക്കൻ കൂട്ടി വന്നു. കല്യാണിക്ക് ആലോചനയോ? നേരെ അല്ല, കള്ളം. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് കല്യാണി ഇവളെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നപ്പോ ചെറുക്കന്റെ കുടുംബക്കാരെ ഞാൻ അറിയും. നല്ല തറവാടാ, നല്ല പയ്യനാ, എന്തുകൊണ്ട് ചേരും? ധൈര്യമായിട്ട് ആലോചിക്കാം. മതി, തൃപ്തിയായി. ഇനി ഈ അമ്മാവന് സന്തോഷത്തോടെ കണ്ണടയ്ക്കാലോ. എന്റെ കൃഷ്ണ, ചെറുക്കന്റെ കൂട്ടര് വന്നെന്നും ഇവളെ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോ ഉടപ്പറന്നോളെ എന്റെ നെഞ്ചത്ത് പടപടാന്നൊരു മുഴക്കം. ഒരൊറ്റ അടിവെച്ചേരും മുസ്ലിക്കാരി സന്തോഷ പെരുമ്പറയുടെ ഒരു മുഴക്കമായിരുന്നു. ഓടി കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് അർച്ചനയെ കഴിപ്പിച്ചു. അവിടെ അർച്ചനയ്ക്ക് 10 രൂപയാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 3 ആന നിന്ന തറവാടായത്. അതിനൊത്തതായിരിക്കണം കല്യാണം. അതെന്താ, കല്യാണത്തിന് കൊമ്പും തുമ്പിക്കൈയൊക്കെ വേണോ? ഇവളുടെ ഓരോ തമാശകള്. പെങ്ങളെ, 100 പവനെങ്കിലും വേണം ആഭരണം. 3000 പേരെ ക്ഷണിക്കണം. പ്രഥമൻ 5 കൂട്ടം വേണം. ഇതിനൊക്കെ കൂടി കാശെത്രയാകുമെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൈ തുട്ടുണ്ടോ? കാശിന് പകരം കല്യാണ ചെക്കിന് വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ കൊടുത്താൽ മതിയോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഈ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി തന്നേക്ക്. സെന്റിന് 10,000 രൂപ വെച്ച് ഞാൻ അങ്ങ് തന്നേക്കാം. എന്താ, വിലയല്പം കൂടുതലാണെങ്കിലും ഉടപ്പറന്നോക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന സമാധാനം എനിക്കും. വീടും വസ്തുവും അന്യന്റെ കൈവശം പെട്ടു പോയില്ലല്ലോ എന്ന് നിങ്ങൾക്കും സമാധാനിക്കാം. വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല. പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ, നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല. നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. ചിങ്ങത്തിലെ വിവാഹം ഈ വരുന്ന 15-ാം തീയതി. നല്ല മുഹൂർത്ത. ജാതകം കൈമാറുക 10:30-ക്കും 11:30-ക്കും ഇടയ്ക്ക്. പറ്റിയാൽ അമ്മാവൻ വന്ന് അനുഗ്രഹിക്കണം. വരില്ലേ? നീയാണ് കേശവൻ നായരുടെ അനന്തരവൻ. എന്റെ ഈ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യം നീ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പൊ ജയ, നമുക്ക് ഈ കല്യാണം കെങ്കേമമാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? കേശവൻ നായരുടെ അനന്തരവളുടെ കല്യാണമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? ഒരു 3000 പേർക്കെങ്കിലും സദ്യ, 4 ആന, താലപ്പൊലി, ഭരതനാട്യം, കുച്ചിപ്പിടി. പക്ഷേ ഇതിനൊക്കെ കൂടി നല്ല തുകയാവുമല്ലോ. എന്റെ എവിടുന്ന കാശ്? അമ്മാവൻ സെന്റിന് ഒരു 10,000 രൂപ വെച്ച് വീടും സ്ഥലം എടുത്തോളാന്നല്ലേ പറഞ്ഞത്? എടുത്തോ. അമ്മാവന് പറ്റിയ അനന്തരവൻ തന്നെ. എന്താ അമ്മാവത്? അഡ്വാൻസ് 50,000 രൂപ. അഡ്വാൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം മുദ്രപത്രഞ്ഞു തന്നെ. മെടുക്കൻ. അമ്മ വിഷമിക്കാതെ, ഒരാവശ്യം വന്നുകൊണ്ടല്ലേ. വേറെ വഴിയില്ലല്ലോ. അമ്മ അവനിതൊന്ന് വായിച്ചു നോക്കിയേ.
ഇതും പറഞ്ഞ് ഈ വീട്ടിൽ കാല് കുത്തിയാൽ ബാക്കിയും കൂടി അമ്മാവനാണെന്ന് ഞാൻ നോക്കിയില്ല, കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ പകളെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. അല്ല, ഒരു 10,500. ഓ, എന്റെ കൊട ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അയക്കിനി വീണ്ടും കൂടി കൊണ്ടുപോയി. അയ്യോ. ആ അതൊക്കെ പോട്ടെ, ആളെ ഞാൻ കണ്ടു.